ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൈങ്കുളം പാഞ്ഞാൾ ആലിൻചുവട് മുതൽ സദേൺ സഹാറ ക്വാറി വരെയുള്ള റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. ക്വാറിയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന BMBC നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതിയുണ്ടെന്നും ക്വാറി ലോറികൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള ഒത്താശയാണ് ഇതിന് പിന്നിലെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. റോഡിന്റെ അടിസ്ഥാന വികസനം ഉറപ്പാക്കാതെ നിർമ്മാണവുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കില്ലെന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കി. പോകണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം റീമേക്ക് ചെയ്യണം, എന്നാലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ പ്രശ്നം പിന്നെ നാട്ടുകാർ സഹിക്കണം. പൈങ്കുളം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിലൂടെയുള്ള റോഡ് നിർമ്മാണമാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിലച്ചിരിക്കുന്നത്. CSR ഫണ്ട് ഉപയോഗിച്ച് ആലിൻചുവട് മുതൽ ക്വാറി വരെ BMBC നിലവാരത്തിൽ റോഡ് നവീകരിക്കാനായിരുന്നു നീക്കം. എന്നാൽ ഇത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. നിലവിൽ 6 മീറ്റർ മാത്രം വീതിയുള്ള ഈ പഞ്ചായത്ത് റോഡിലൂടെ 10 ടണ്ണിലധികം ഭാരമുള്ള വാഹനങ്ങൾ പ്രവേശിക്കുന്നത് നിരോധിച്ചുകൊണ്ട് പഞ്ചായത്ത് തന്നെ കഴിഞ്ഞ ദിവസം ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഈ നിയന്ത്രണങ്ങൾ മറികടന്ന് കരിങ്കൽ കയറ്റിയ ഭാരമേറിയ ടോറസ് വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള പശ്ചാത്തലമൊരുക്കാനാണ് നിലവിലെ അശാസ്ത്രീയമായ നിർമ്മാണമെന്നാണ് നാട്ടുകാരുടെ പക്ഷം. പ്രോപ്പർ രീതിയിൽ പഞ്ചായത്ത് മുൻകൂട്ടി ഇവർ ഓവർസിയർ ഉണ്ടായിരുന്നില്ല, AE ഉണ്ടായിരുന്നില്ല, ആരും തന്നെ ഇല്ലാണ്ടാണ് ഈ റോഡ് പണികൾ നടത്തുന്നത്. നിങ്ങൾ കണ്ടറിയാൽ ഇതിൻ്റെ എല്ലാ വശങ്ങളിലും ഓൾറെഡി വീടുകളുടെ അരുത്ത് കൊണ്ടുപോയിട്ട് ഈ റോഡിൻ്റെ വീതി എങ്ങനെയെങ്കിലും 6 മീറ്ററിന് മേലെ ആക്കിക്കൊണ്ട് 10 ടണ്ണിൻ്റെ മേലെയുള്ള വണ്ടികൾ ഇത് കൂടെ ഓടിക്കാനുള്ള ഒരു നിയമ അവർക്കൊരു സ്ലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം. ഭാവിയിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ, അതായത് ഈ വീടുകൾ ഇവിടെയുള്ള പൂർവ്വ പ്രസിഡന്റിന്റെ വീട് എല്ലാവരുടെ വീടുകളിലേക്കും വെള്ളം അടിച്ചു കയറുന്നതായിരിക്കും. ഈ വീട്ടിലെ കുട്ടികൾക്ക് പുറത്ത് ഗേറ്റ് തുറന്ന് വരാൻ പറ്റില്ല. ബിക്കോസ് അത് റോഡായി മാറും. റോഡായി വന്നാൽ ഒരു കുട്ടി റോഡിൽ വന്നിട്ടാണ് അപകടം പറ്റിയത്. ഒരു ഉമ്മർത്തി കൂടി ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയും മാറും. പല വീടുകളുടെ ഭിത്തിയുടെ അടിവരെ കൊണ്ടായിട്ടാണ് ഇവർ വീതി കൂട്ടിക്കുന്നത്. ആ ഭിത്തികൾ അടർന്ന് വീഴും. മഴക്കാലത്ത് വലിയ അപകടം സംഭവിക്കും, ദുരന്തം സംഭവിക്കും. അപ്പോൾ ഈ പഞ്ചായത്ത് എന്ത് ചെയ്യും? CSR ഫണ്ടിന്റെ പേരിൽ അഴിമതി നിർത്തണം. ഇത് ജനങ്ങളുടെ ഒരുമയായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, അവകാശമാണ്, അഭ്യർത്ഥനയുമാണ്. അത് എത്രയും പെട്ടെന്ന് പുതിയ ഭരണസമിതി അത് കണക്കിലെടുത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കണം. കോറിക്കാരുടെ ജനങ്ങളെല്ലാവരും പറയുന്നത് കോറിക്കാരുടെ എച്ചിൽ കഴിക്കുന്നവരാണ് ഇവിടുത്തെ മെമ്പർമാർ എന്നാണ്. ആ ഒരു പേര് ദോഷം വരുന്ന പുതിയ മെമ്പർമാർ, ജയിപ്പിച്ചു വിട്ട മെമ്പർമാർ, അതേ ആരോപണം അവർക്ക് വരാണ്ടിരിക്കട്ടെ. റോഡിന്റെ വീതി കൂട്ടുകയോ വശങ്ങളിലെ മരങ്ങൾ മുറിച്ചു മാറ്റി വൈദ്യുത പോസ്റ്റുകൾ മാറ്റുകയോ ചെയ്യാതെയാണ് നിലവിലെ പ്രവൃത്തി നടക്കുന്നത്. ആലിൻചുവട് മുതൽ പൈങ്കുളം UP സ്കൂൾ വരെയുള്ള കണക്ഷൻ റോഡ് പൂർണ്ണമായും നവീകരിക്കണമെന്നും ഓടയും ഫുട്പാത്തും ഉൾപ്പെടെയുള്ള കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ ക്വാറി അതിവിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് സഹാറ എന്നുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഏറ്റെടുത്തുകൊണ്ട് നിരന്തരമായി നമ്മുടെ നാട്ടിലൂടെ ഈ ചെറിയ ഗ്രാമത്തിലൂടെ വലിയ വലിയ ടോറസുകളുടെ ശല്യം നമുക്ക് നിരന്തരം രൂപപ്പെട്ടുകൊണ്ടിരുന്നു. ആ സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾ പൊടിശല്യം, അതേപോലെ റോഡുകളുടെ നല്ല ടാർ ചെയ്ത റോഡുകൾ വരെ ഈ ടോറസ് അമിതമായ പോക്ക് മൂലം സത്യം പറയുകയാണെങ്കിൽ ജനങ്ങൾ ആകെ പൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ കമ്പനിയുടെ ലാഭത്തിനല്ല, മറിച്ച് പ്രദേശവാസികളുടെ പൊതുവായ ഗുണത്തിനാകണം ഫണ്ട് വിനിയോഗിക്കേണ്ടതെന്നും ഇവർ വ്യക്തമാക്കുന്നു. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാതെ നിർമ്മാണം തുടങ്ങാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ്, നെല്ലുവായി. ഫോൺ 8589939335.